ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 48. നമ്മൾ ഇതുവരെ നോക്കിയത് മണ്ഡലം 1 സൂക്തം 22 1 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇനി 16 മുതൽ 21 വരെയുള്ളതിലെ ദേവത, അതാണ് ഇന്ന് നോക്കുന്ന. അതിലെ ദേവത വിഷ്ണുവാണ്. അപ്പം വിഷ്ണു എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് പോകാം. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഒരു ബലമുണ്ടായി. അത് ആധുനിക സയൻസിലെ എനർജി ആയിട്ട് എടുക്കരുത്. അതായത് അതിനെ നമുക്ക് വർണ്ണിക്കാൻ ഒരളവിൽ, ക്വാണ്ടത്തിൽ മനസ്സിലാക്കാൻ ഒരളവിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് ഈ വിഷ്ണു. ഒരു അജ്ഞാത ബലം, ഒരു പ്രേരക ശക്തി. ഒരു പ്രേരക ശക്തി പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് സൃഷ്ടിക്കെല്ലാം പിന്നിൽ വർദ്ധിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു പ്രേരണ ഉണ്ടാകുന്നുണ്ട്. ആ പ്രേരണയ്ക്ക് നമുക്ക് സയൻസിൽ പെടുത്താൻ പറ്റില്ല. ആ പ്രേരണ എന്ന ശക്തിനെ നമുക്ക് വരച്ചിട്ടൊന്നും മാർക്ക് ചെയ്യുന്നൊന്നുമില്ല. പ്രേരണ ഇങ്ങനെയൊന്നും അല്ലാതെ ബലത്തെ നമ്മൾ ഇങ്ങനെയെല്ലാം വരക്കും. സയൻസിൽ പ്രേരണ, പ്രേമം, ഇങ്ങനത്തെ വികാരങ്ങൾ അതെല്ലാം ബലങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് അളവൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ ഡയറക്ഷനൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കൃത്യമായിട്ടൊന്നും അങ്ങനെ വരച്ച് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ബലങ്ങളെയാണ്, അങ്ങനെ ഒരു ബലമാണ് ആദ്യം ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച. അതിനൊരു വലിയ ആഗ്രഹം ഉണ്ടായി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ. അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ അത് 3ആയിട്ട് തിരിയുന്നു. നമ്മളെല്ലാ ബലങ്ങളെയും എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടിയിട്ട് പലതായിട്ട് തിരിക്കും. ഇപ്പം എനർജിയാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇങ്ങനെ പലതായിട്ട് വിഭജിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സ്വഭാവം അനുസരിച്ച്. അപ്പം ഈ ഒരു പ്രേരക ശക്തിയെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഇനിയൊരു സൃഷ്ടി നടക്കുമ്പോൾ ആ സൃഷ്ടിക്ക് 3 സ്വഭാവങ്ങളാണുള്ളത്. ഒന്ന് സൃഷ്ടിക്കുക. അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കുക. അതിനെ പരിപാലിക്കുക, പിന്നെ നശിപ്പിക്കുക. അപ്പോൾ ഈ വരുന്ന പ്രേരക ശക്തിക്ക് 3 രൂപത്തിൽ ആക്ട് ചെയ്യാം. നമ്മൾ തന്നെ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം, നിർമ്മാണം. നിർമ്മിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാലത്തോളം അതിനെ സംരക്ഷിച്ച് വെക്കണം. ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കളയണം. അപ്പോൾ ഈ ബലങ്ങൾ 3 തരത്തിലാണ്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതിനെ 3 ബലങ്ങളായിട്ട് തിരിച്ചിട്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്ന് പേര് കൊടുക്കുന്നേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ സൃഷ്ടിക്ക് പിന്നിലെ ശക്തി, സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുന്ന ശക്തി, അവസാനം നശിപ്പിക്കുന്ന ശക്തി. ഒരു വീട് വെച്ചാൽ ആദ്യം നിർമ്മിക്കും, ആവശ്യമുള്ള കാലത്തോളം കൊണ്ടു നടക്കും, പരിപാലിക്കും, ആവശ്യം കഴിഞ്ഞാൽ കളയും. എല്ലാ കർമ്മത്തിനും അതുണ്ട്. സൃഷ്ടി ഉണ്ടെങ്കിൽ ഇത് 3 അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പരിപാലിക്കുന്ന ഒരു ശക്തിയെയാണ്, അതൊരു അജ്ഞാത ശക്തിയാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ട്. നമ്മളെ മനസ്സിൽ ഒന്നിനെ സംരക്ഷിക്കണം എന്ന് തോന്നില്ല. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയോ ചെറിയ എന്താ പൂച്ചയായിട്ടും വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ തോന്നും, അയ്യോ പാവം, അതിനെ സംരക്ഷിച്ച് കളയാം. ചിലപ്പം വിചാരിക്കും അതിൻ്റെ അടുത്തങ്ങ് ദൂരെ കളയാൻ തോന്നും. അപ്പോൾ ഒരു പ്രേരണ, അതിനൊന്നും അളവൊന്നും പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരു പ്രേരണ പരിപാലിക്കുന്നതിന് പിന്നിൽ അത് ഓരോ മനുഷ്യരിലൂട്ടി ആക്ട് ചെയ്യുന്നുണ്ട്. സൃഷ്ടി നടത്തുമ്പോഴെല്ലാം അപ്പുറം ഒരു പ്രേരണയിലൂട്ടി. ആ പ്രേരണയാണ് വിഷ്ണുവായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പം സൃഷ്ടിയുടെ എല്ലാ ആക്ടിവിറ്റിയിലും അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമായിട്ട് ആക്ട് ചെയ്യുന്ന, പരിപാലിക്കാനല്ല ആക്ട് ചെയ്യുന്ന ആ ശക്തിവിശേഷത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവിടെ വിഷ്ണു എന്താണ്, വിഷ്ണുവിൻ്റെ ചില ധർമ്മങ്ങൾ, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 16ാമത്തെ മന്ത്രത്തിൽ. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-16. അതോ ദേവാവന്തുനോ യതോ വിഷ്ണുർവിചക്രമേ പൃഥ്വ്യാ സപ്തധാമഭിഃ.
വിഷ്ണു കാലടികൾ വെച്ച സപ്തസ്ഥാനങ്ങളോടുകൂടിയ ഭൂമിയെ ദേവഗണങ്ങൾ രക്ഷിക്കണമേ. ഇതിൽ പറയുന്നത് വിഷ്ണു കാലടി എടുത്ത് വെച്ചിട്ട്, തൻ്റെ കാലെടുത്ത് വെച്ചിട്ട്, കാലിൻ്റെ അടിയെടുത്ത് വെച്ചിട്ട് 7 സ്ഥാനങ്ങളിലായി കിടക്കുന്ന ഭൂമിയെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അപ്പം ഭൂമി 7 സ്ഥാനങ്ങളിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ 7 ലോകങ്ങളുണ്ട് എന്ന് നമ്മൾ പ്രപഞ്ചഘടന പണ്ട് കണ്ടു കഴിഞ്ഞു. ആ പ്രപഞ്ചഘടനയിൽ 7 ലോകങ്ങളുണ്ട്. ഒരു വട്ടമായിട്ട് അതിൻ്റെ അകത്ത് 7 ബോളുമാരിയുണ്ട്. നടുവിലൊരു ബോളും ചുറ്റും 6 ബോളുമായിട്ട് ഒരു വലിയ ഗോളം മാതിരി കിടക്കുകയാണ്. വൃത്തമല്ല, ഗോളം, ഒരു ബോൾ മാതിരിയായിട്ട് അതിൻ്റെ അകത്ത് നടുവിലൊരു ബോളും അതിന് ചുറ്റും 6 ബോൾ എന്ന നിലയിൽ 7 ലോകങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ഗോളത്തിൻ്റെ അകത്തും 7 ഉണ്ട്. അപ്പോൾ 7 ലോകങ്ങളുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ അകത്ത് 7 വെച്ചുണ്ട്. അങ്ങനെ 49 ഗോളങ്ങൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. അതാണ് 49 മരുത്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗോളങ്ങളിൽ ഒന്നിലാണ് കുറേ നക്ഷത്രങ്ങളുള്ള ഒന്നിലാണ് സൂര്യൻ്റെ ഇതായിട്ട് ഭൂമിയുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാ ഗോളങ്ങളിലും എന്തുണ്ട്? ഭൂമികളുണ്ട്. അപ്പം 7 സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്ന ഭൂമികളിലെ എല്ലാം എന്ത് ചെയ്തു? കാലടി വെച്ചു വിഷ്ണു. അപ്പം ഈ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ 7 ലോകങ്ങളുണ്ട്. 7 ലോകങ്ങളിൽ തന്നെ എത്രയോ ഭൂമികളുണ്ട്. ആ ഭൂമികളിലെല്ലാം വിഷ്ണു കാലടി വെച്ചു എന്ന് പറയുകയാണ്. എന്തിനാണ് കാലടി വെച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അടുത്തേൽ പറയും. നമുക്കതിലേക്ക് പോകാം. 17-ാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-17. ഇദം വിഷ്ണുർവിചക്രമേ ത്രേധാ നിദതേ പദം സമുഹ്ല മസ്യ പാംസുരേ. വിഷ്ണു ഈ ലോകത്തെ 3 കാലടികളാൽ അളന്നെടുത്തു. അദ്ദേഹത്തിൻ്റെ പൊടിപുരണ്ട പാദങ്ങളിൽ തന്നെ പൂർണ്ണ സൃഷ്ടി ഉറഞ്ഞുകിടക്കുന്നു. ഇവിടെ വിഷ്ണു, അപ്പം വിഷ്ണുവിനെ കാലടി എന്ന് പറയാൻ കാരണം ഒരു കാരണമുണ്ട്. വിഷ്ണുവിനെ കഥയിൽ വരുമ്പം കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. അപ്പം അതിന് കയ്യും കാലും എല്ലാം ഉണ്ടാവും കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ. പക്ഷെ അതൊരു പ്രേരക ശക്തിയാണ്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ, സംരക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ, ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനെ പരിപാലിക്കുന്നതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്ന ശക്തിയാണ് വിഷ്ണു. അപ്പം വിഷ്ണു 3 കാലടികളാൽ അളന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, 3 ലോകങ്ങളുണ്ട് എന്നർത്ഥം. ഭൂമിക്ക് മുകളിലുള്ളത് സ്വർഗം, ഭൂമിക്ക് താഴെയുള്ള എല്ലാ സ്പേസിനും നരകമെന്നെല്ലാം പറയും, പാതാളം എന്ന് പറയും. ഈ 3 ലോകങ്ങളിലും ഇത് കാല് വെച്ചിട്ട് അളന്നിട്ടുണ്ട്. അങ്ങനെ 3 തരം ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന അർത്ഥമുണ്ട്. അതെങ്ങനെയെന്നാൽ ഇതെല്ലാം ഗോളങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമി ഒരു ഗോളമാണ്. ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം കുറേ നക്ഷത്രങ്ങളും എല്ലാം ഗോളങ്ങളാണ്. കീഴെയും ആറ്റങ്ങളും എല്ലാം ഗോളങ്ങൾ തന്നെയാണ്. കീഴെ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള മെറ്റീരിയൽസ് എല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അത് ഗോളങ്ങളാണ്. അപ്പം ഈ ഗോളങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തുമുള്ള ഈ 3 ലോകങ്ങളിലുള്ള ഗോളങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കീഴെയുള്ള പാതാള ലോകത്തിലുള്ള ഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ് ആറ്റത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതാണെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും, ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ മരുത്തുക്കളും എല്ലാം ഓരോ ഭ്രമണപഥത്തിൽ, സൂര്യനടക്കം ഓരോ ഗ്രഹത്തിലും ഓരോ പാത്തിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരുത്തുക്കളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മേലെയാണ്
എന്ത് വെച്ചത്? തൻ്റെ പാദം വെച്ചത്. അതെന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, ഭൂമി സൂര്യന് ചുറ്റും ആദ്യം ഒരു വട്ടത്തിലായിരുന്നു കറങ്ങിയിരുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു വട്ടത്തിലായിരുന്നു കറങ്ങിയിരുന്നത്. അങ്ങനെ വട്ടത്ത് കറങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ സ്വഭാവമായിരിക്കും. കാരണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലം തുല്യമായിരിക്കുമ്പോൾ എപ്പോഴും ഒരേ ചൂടായിരിക്കും. ഒന്നിക്ക് ഉഷ്ണമാണെങ്കിൽ ഉഷ്ണം, ഒന്നിക്ക് മഴയാണെങ്കിൽ മഴ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലങ്ങളും ഉണ്ടാകുന്നില്ല. ഈ മഴയെല്ലാം പെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കറങ്ങുമ്പോൾ ചിലപ്പോൾ സൂര്യനോട് അടുക്കും. അപ്പോൾ നല്ല ചൂടുണ്ടാകുമ്പോൾ വെള്ളമെല്ലാം ബാഷ്പീകരിച്ച് മുകളിൽ പോകും. കുറേ അങ്ങെത്തുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമി അകലും. അപ്പം ആ ബലം കുറയും. അപ്പം മഴയായിട്ട് ഇങ്ങ് പെയ്യും. ഇങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്. പല കാലാവസ്ഥ ഉണ്ടാകാൻ കാരണം ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങാനാണ്. അപ്പം എല്ലാ സൂര്യനും എല്ലാം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത ഋതുക്കൾ, മറ്റേ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ഇങ്ങനെയെല്ലാം വ്യത്യസ്തമായിട്ട് വരാൻ തന്നെ കാരണം ഈ കറക്കത്തിലാണ് ഈ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മഴയെല്ലാം പെയ്യേണ്ടതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ കറക്കത്തിലെ ഓർബിറ്റിലാണ്. ആ കറക്കമനുസരിച്ചാണ് മഴ പെയ്യുന്നതും ഇവിടെ ഉഷ്ണം അനുഭവിക്കുന്നതുമെല്ലാം. ഭൂമിയിൽ പ്രളയം നടക്കുന്നതും ഭൂകമ്പം ഉണ്ടാകുന്നതെല്ലാം ഈ കറക്കമായിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റുമായിട്ട് ഉള്ള കറക്കം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരേപോലെ കിടന്നങ്ങ് കറങ്ങുമായിരുന്നു. അപ്പം ജീവജാലങ്ങൾ ഉണ്ടാവില്ല. ഇനി അഥവാ ജീവജാലം ഉണ്ടായാൽ തന്നെ എല്ലാം ഒരേപോലെയായിരിക്കും. എല്ലാവരും വ്യത്യസ്തമാകാൻ കാരണം ഈ കറക്കം എലിപ്റ്റിക്കലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്. ജീവിതത്തിൽ തന്നെ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? വിഷ്ണു പാദം വെച്ചിട്ട് ഭൂമിയെ എന്ത് ചെയ്തു? ഒന്ന് അമർത്തി. വട്ടത്തിലാണ് ഭൂമി കറങ്ങുന്നത്. ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്തപ്പോൾ കുറച്ച് വട്ടം നീണ്ടു വന്നു. ഇങ്ങനെയായി, എലിപ്റ്റിക്കലായി. ഏതിൻ്റെ ഷേപ്പിൽ? പാദത്തിൻ്റെ ഷേപ്പിൽ. കാലിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇത് കാലിൻ്റെ അടിയാണെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, നടുവിലൊരു ഭാഗമുണ്ട്. കാല് ശ്രദ്ധിച്ചാൽ മതി. ഈ 3 ഭാഗം കൂടിയിട്ടാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആകുന്നത്. ഇതൊരു സർക്കിൾ രൂപത്തിലാണ്, ഇതൊരു സർക്കിൾ രൂപത്തിലാണ്. നടുവിൽ അതിനെ യോജിപ്പിക്കുന്നതാണ്. 2 സർക്കിളുകൾ കൂടിച്ചേരുമ്പോഴാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് വരുന്നത്. നടുവിൽ നിന്ന് അതിനെ യോജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെയാണത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആകുന്നത്. 2 സർക്കിള് ചേരുമ്പോൾ പിന്നെ നടുവിൽ ഒരു പ്രശ്നമുണ്ട്, അത് യോജിപ്പിക്കണം. അതുപോലെയാണ് കാലിൻ്റെ അടിയുള്ളത്. അതുകൊണ്ടാണ് കാല് കൊണ്ട് ചവിട്ടിയാൽ എന്താവും? ആ ഓർബിറ്റ് അതുമാതിരിയായി മാറും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിൻ്റെ കാല് കൊണ്ട് ചവിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 3 ഭാഗങ്ങളായി തിരിയും. 3 ഭാഗങ്ങളാവുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, ഈ ചുറ്റുന്നതിൽ ഒരു ഫോക്കസിലാണ് ചുറ്റുക. ചിലപ്പോൾ സൂര്യനോട് അടുക്കും, അപ്പോൾ ഉഷ്ണം. ചിലപ്പോൾ അകലും, അപ്പോൾ തണുപ്പായിരിക്കും. ആ തരത്തിൽ നടുവിലാവുമ്പോൾ മധ്യമായിരിക്കും. അപ്പം 3 അവസ്ഥയുണ്ട്. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. ഓരോ ഗ്രഹങ്ങൾക്കും എന്തുണ്ട്? ഉച്ചസ്ഥാനമുണ്ട്, നീചസ്ഥാനമുണ്ട്, മധ്യമായ സ്വക്ഷേത്രമെല്ലാം ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റത്തിൽ വരുന്നതും പ്രവചനമെല്ലാം നടത്തുന്നത്. അത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് രാശിചക്രം ഇങ്ങനെ നീട്ടത്തിൽ വരച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ക്വയറായിട്ട് വരച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം വിഷ്ണു ചെയ്തു വെച്ചതാണ്. ആ കഥയാണ് മറ്റേ വാമനാവതാരയിൽ നമ്മൾ കണ്ടതാണ്. ബ്രഹ്മം തൊട്ട് കൂട്ടൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല. അതെല്ലാം കഥയിലൂടെയാണ് വിവരിച്ച് പോയിരിക്കുന്നത്. ഇവിടെ ഒറ്റ വരിയിലങ്ങ് പറഞ്ഞു നിൽക്കും, വരുന്നവരെ മനസ്സിലാക്കിയാവും. പക്ഷെ അവിടെ കഥയിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കഥയെല്ലാം വെച്ചുകൊണ്ട് തന്നെ
ആ പ്രവർത്തനങ്ങളെല്ലാം ശരിക്കും വിവരിച്ചിട്ടുണ്ട് ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ. അതുകൊണ്ട് ഇവിടെ അധികം പറയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഈ പൊടി പുരണ്ട പാദങ്ങളിൽ തന്നെ പൂർണ്ണ സൃഷ്ടി ഉറഞ്ഞു കിടക്കുന്നു. അങ്ങനെ ചവിട്ടി എലിപ്റ്റിക്കൽ ഓർബിറ്റൽ ആക്കിയത് കൊണ്ടാണ് ഇവിടെ ഋതുക്കൾ ഉണ്ടായതും പല സീസൺസ് ഉണ്ടായതും മഴ പെയ്യുന്നതും ചെടികൾ വളരുന്നതിനും എല്ലാം വ്യത്യസ്ത തരം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം കാരണം, എല്ലാ സൃഷ്ടിക്കും കാരണം വിഷ്ണുവിൻ്റെ ഈ പ്രവൃത്തിയാണെന്ന് ഇവിടെ ചുരുക്കി പറഞ്ഞു. പുരാണ കഥകളിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. വേദത്തിൽ അത്രേ പറയും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി 18 എന്താ പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-18. ത്രീണി പദാവിചക്രമേ വിഷ്ണുർഗോപ അദാഭ്യഃ തതോ ധർമാണി ധാരയന്. എല്ലാവരുടെ രക്ഷകനും ആരിൽ നിന്ന് ചതി ഏൽക്കാത്തവനും നിയമപാലകനുമായ വിഷ്ണു 3 പാദങ്ങൾ കൊണ്ട് ലോകത്തെ അളന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും രക്ഷിക്കുന്ന വിഷ്ണു, ആരെയും ചതിക്കാതെ വിഷ്ണു 3 പാദങ്ങൾ കൊണ്ട് ലോകത്തെ അളന്നു. എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും 3 പാദങ്ങൾ കൊണ്ട് 3 തരം ലോകങ്ങളിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകം തന്നെ 3 ഉണ്ട്. ഭൂമി, സ്വർഗം, പാതാളം എന്ന് പറയാം. അതുമാത്രമല്ല, ഓരോന്നിലും ഉച്ചസ്ഥാനം, നീചസ്ഥാനം, മധ്യസ്ഥാനമുണ്ട്. അതിനനുസരിച്ച് ഓരോ ജീവജാലങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. ഇപ്പം എങ്ങനെ ജീവിതം കുഴപ്പമില്ല. ചിലപ്പോൾ ഇപ്പം നല്ല കൊച്ചാണ്, ചിലപ്പോൾ എന്താണ് അയ്യോ കാട്ട തൊലഞ്ഞി എന്ന് പറയും. അപ്പം എല്ലാത്തിനും നല്ലത്, മോശം, ആവറേജ്, അങ്ങനെ ഒരു 3 അവസ്ഥയായി ലോകങ്ങളെല്ലാം ഇങ്ങനെ ഒരു 3ന്റെ പ്രത്യേകതയിലേക്ക് മാറിയത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൊണ്ടാണ്. കാലാവസ്ഥയിലും മാറ്റം വരുന്നു, ജനങ്ങളുടെ സ്വഭാവത്തിലും എല്ലാം ഈ ഒരു 3 പാദങ്ങളെ കൊണ്ട് 3ആയിട്ട് തിരിച്ചത് കൊണ്ട് ലോകം മുഴുവൻ ഇത് കാണാം. ഇവിടെ മാത്രം, ഭൂമി മാത്രമല്ല, എവിടെയെല്ലാം ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ടോ അവിടെയെല്ലാം അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആറ്റത്തിലും അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് ചുറ്റുന്ന വട്ടത്തിലായിരുന്നുവെങ്കിൽ ഇന്നുള്ള വസ്തുക്കളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലായത് കൊണ്ടാണ് പല സ്വഭാവങ്ങളുണ്ടായി. കെമിസ്ട്രി പഠിക്കുമ്പോൾ എന്തെല്ലാം പഠിക്കേണ്ടി വരും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇതെല്ലാം ഈ ഓർബിറ്റിൽ ചുറ്റുന്നതിലുള്ള വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ്. പലതരം ക്വാണ്ടം നമ്പേഴ്സ്. ആ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കളികളാണ് ഈ പലതരം വസ്തുക്കളായിട്ട് മാറി. ഇതെല്ലാം കെമിസ്ട്രിയിലെല്ലാം വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് കുറേ സയൻസെല്ലാം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പം പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ട് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതിനെല്ലാം ഈ ഒരു 3 പാദങ്ങൾ, 3 തരത്തിലായിട്ട് ഓർബിറ്റുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെല്ലാം ചുറ്റുന്നത് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. അതുകൊണ്ട് 3 അവസ്ഥകളുണ്ട്. ഈ 3 അവസ്ഥകളെ കൊണ്ടാണ് ആറ്റത്തിലടക്കം വ്യത്യസ്ത തരം ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായത്. ഇനി 19 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-19. വിഷ്ണു കർമാണി പശ്യത തതോ വൃതാനി പസ്പശേ ഇന്ദ്രസ്യ യുജ്യസഹാകാം. പരാക്രമിയായ വിഷ്ണുവിൻ്റെ ശക്തിയാൽ എല്ലാ നിയമങ്ങളും സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം ഇന്ദ്രന്റെ ഉറ്റ മിത്രവുമാകുന്നു. എനിക്ക് ഇവിടെ പറയുന്നത് വിഷ്ണുവിന്റെ പരാക്രമം നോക്കുന്നു. കാരണം അത്രയും വലിയ പരാക്രമമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത തരം ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ഒരു വട്ടത്തിലാണ് ചുറ്റിയിരുന്നെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ മഴയുണ്ടാകില്ല, ഒന്നുമില്ല, അതേമാതിരി അങ്ങനെ കിടക്കുമായിരുന്നു. ആ പരാക്രമം ഭയങ്കരം തന്നെ. ഇതെല്ലാം ഉണ്ടാകുന്നതിന് ആ വിഷ്ണുവിന്റെ പാദം വെച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ശക്തിയാൽ എല്ലാ നിയമങ്ങളും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ച നിയമങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ ആ ഓർബിറ്റ് ഇങ്ങനെ ദീർഘമായിട്ട് വരച്ചത് രാശിചക്രം. അതിൽ രാശിമാനങ്ങൾ വ്യത്യാസം വരും.
ആ എലിപ്റ്റിക്കൽ ഓർബിറ്റുകളാണ് ഉച്ചസ്ഥാനം, നീചസ്ഥാനം, മധ്യസ്ഥാനം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ജ്യോതിഷർ എന്ത് പറയുന്നത്, ഫലം പറയുന്നത്. കാരണം ഇതെല്ലാം ഈ ഓർബിറ്റിൻ്റെ 3 അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെ എല്ലാം സ്വാധീനിച്ചിരിക്കുകയാണ്. അതൊരു വലിയ തത്വമാണ്. ആ തത്വമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരം. ഇതെന്ത് പറയുന്നു? അദ്ദേഹം ഇന്ദ്രൻ്റെ ഉറ്റമിത്രമാകുന്നു. ഇന്ദ്രനാണ് ഈ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്, എല്ലാ പ്രവർത്തനങ്ങളെയും ഏകീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോകം പരിപാലിക്കാൻ വേണ്ട എല്ലാ നിയമങ്ങളും ഇന്ദ്രൻ ഇങ്ങനെ കാലെടുത്ത് വെച്ചതോടുകൂടി തന്നെ പലതരം ജീവജാലങ്ങളെല്ലാം ഉണ്ടായുള്ള വകുപ്പായി. പലതരം സീസൺസ് ഉണ്ടായ ഓരോ സീസണിലും ഓരോ തരം ചെടികൾ വരും. എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ ഒറ്റ പാദം വെച്ചത് കൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ ആറ്റത്തിൽ ആ പാദം വെച്ചതുകൊണ്ടാണ് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, സ്പിൻ കോൺ, ഇങ്ങനെയെല്ലാം പഠിക്കേണ്ടി വരുന്നത്. എന്തെല്ലാം പഠിക്കണം ഇതിനകത്ത്? അല്ല ഈ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ടാണ്. അതിൽ നിന്നാണ് കെമിസ്ട്രിയുടെ തന്നെ പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനെല്ലാം പിന്നിൽ ഇതാണ്. അതാണ് ഇന്ദ്രന്റെ മിത്രമാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ വിഷ്ണു ഉണ്ടാക്കി കൊടുത്ത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതെങ്ങനെയാണ് തുടങ്ങിയത്? ആദ്യം തന്നെ അടിച്ച് പരത്തി കൊടുത്തു. വട്ടത്തിൽ ചുറ്റുന്നതിന് പകരം ഗ്രഹങ്ങളെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റാൻ ആക്കി. ഇനി 20 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-20. തത് വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയഃ ദിദീവ ചക്ഷുരാതതം. ജ്ഞാനികൾ തങ്ങളുടെ ഹൃദയത്തിൽ ദർശിക്കുന്ന വിഷ്ണുവിൻ്റെ പരമപദത്തെ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കുന്ന കണ്ണുകൾ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന അതേ തരത്തിലല്ല, എല്ലാ ജനങ്ങളും ആകാശത്തിൽ വിഷ്ണുവിൻ്റെ കാലൊന്നും കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഭൂമിയിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നിട്ട് മുകളിൽ നോക്കും, വിഷ്ണു അവിടെ നിന്ന് കാലെടുത്ത് ഭൂമിയിൽ വെച്ചിട്ടുണ്ടോ, അപ്പോൾ ആ കാല് കാണാമല്ലോ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ. കഥയിൽ അതേപോലെ വിശ്വസിക്കുകയാണെങ്കിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് കഥയിലോട്ട് ആ ഷേപ്പെല്ലാം പറയാൻ വേണ്ടി കാലിൽ നിന്നെല്ലാം പറഞ്ഞു തന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിലെ ആശയങ്ങളാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ആകാശത്ത് വിഷ്ണുവിൻ്റെ പാദം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? എന്നാൽ ജ്ഞാനികൾ ആ പാദത്തെ സദാ നമ്മുടെ ഹൃദയത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത്. ജ്ഞാനികൾ വിഷ്ണുവിൻ്റെ പാദം നമ്മുടെ ഹൃദയത്തിലാണ് നോക്കേണ്ടത്. വിഷ്ണു എവിടെ ഇരിക്കുന്നുണ്ട്? നമ്മളെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ പരിപാലിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തിവിശേഷം ആണ് ഈ മാറ്റമെല്ലാം വരുത്തിയത്. അത് തന്നെയാണ് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത്. അതിൻ്റെ പാദം നോക്കി ആകാശത്ത് നോക്കിയിട്ട് കഥയിൽ പറയുന്നത് കണ്ടിട്ട് ആകാശത്ത് ഭൂമിനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊന്നും പോകുന്നില്ല. ജ്ഞാനികൾ അങ്ങനെ ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നുണ്ട്. ആ ശക്തിവിശേഷമാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടി നമ്മൾ നടത്തിയപ്പോൾ ലോകത്തെ 3 തരത്തിലായി. അപ്പോൾ ജീവിതത്തിൽ എന്തുണ്ട്? ഊർജ്ജമുണ്ട്, താഴ്ചയുണ്ട്, മധ്യമമുണ്ട്. ഉച്ചസ്ഥാനം, ഉച്ചരാശി, നീചരാശി, സ്വക്ഷേത്രം, മധ്യസ്ഥാനം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ് ഈ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രപഞ്ചം എല്ലാം വർക്ക് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ജ്യോതിഷ പ്രവചനവും നടത്തുന്നത്. അപ്പം അതെല്ലാം ശക്തി വിചാരം ചെയ്തിട്ടുണ്ട്. ആ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിൻ്റെ കാര്യം നോക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നോക്കേണ്ടത്. അല്ലാതെ ആകാശത്ത് നോക്കിയിട്ട് ആ കഥയിൽ പറഞ്ഞിരിക്കുകയാണ് വിഷ്ണു അവിടെ നിന്ന് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കുകയാണ്, എന്നാൽ പിന്നെ കാല് ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ കാല് കാണില്ലോ എന്ന് വെച്ച് സാധാരണ ജനങ്ങൾ ആകാശത്തെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു.
അപ്പം ഇത് വേദമാണ്. വേദം കഥ പറയുന്ന സ്ഥലമല്ല. അത് നിങ്ങൾ മനുഷ്യന്റെ കാലായിട്ട് ആകാശത്ത് വെച്ചിരിക്കുന്നതായിട്ടൊന്ന് നോക്കിക്കളയരുതെന്ന് വേദം പറയുകയാണ്. പക്ഷെ കഥയിൽ വരുമ്പോൾ വിഷ്ണു ഒരു വാമനനെ എല്ലാം പ്രതിഷ്ഠിച്ച് കാലെടുത്ത് തലയിൽ വെക്കുന്ന എല്ലായിട്ട് ചിത്രീ, അത് കഥയിൽ. ഇവിടെ അത് പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിച്ചു പോകരുത്. അത് ആ ശക്തിയെ നമ്മളെ ഉള്ളിൽ തന്നെ നോക്കിയാൽ മതി, അല്ലാതെ ആകാശത്ത് കാലും നോക്കി ഇരിക്കരുത് എന്നാണ് അതിൽ ആശയങ്ങളാണ് എടുക്കേണ്ടത്. ഇനി 21 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 22-21. തത് വിപ്രാസോ വിപന്യവോ ജാഗൃവാംസ സമിന്ധതേ വിഷ്ണോർ യത് പരമം പദം. വിഷ്ണുവിൻ്റെ പരമോന്നത പദത്തെ സ്തുതിക്കുന്നവരായ ജ്ഞാനികൾ ശരിയായ വിധത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിഷ്ണുവിൻ്റെ പരമോന്നത പദത്തെ സ്തുതിക്കുന്ന ജ്ഞാനികൾ. അപ്പം ജ്ഞാനികൾ ഈ വിഷ്ണുവിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് സ്തുതിക്കും. കാരണം അതൊറ്റൊരു ആ കർമ്മം കൊണ്ട് ആ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ആറ്റത്തിലും സൗരയൂഥ സിസ്റ്റത്തിലും എല്ലാം ഉള്ള ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ സിസ്റ്റം, ആ ശക്തിവിശേഷം, ഈ പ്രപഞ്ചമെല്ലാം ഇന്ന് കാണുന്ന നിലയിലുണ്ടായത്. അത് സ്തുതിക്കുന്നവര്, ആ ജ്ഞാനം മനസ്സിലാക്കുന്നവരും സമൂഹത്തിൽ എന്താവും, പ്രകാശിക്കും. കാരണം ആ ജ്ഞാനം മനസ്സിലാക്കിയവരെ, ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവരെ സമൂഹത്തിൽ പ്രകാശിക്കുന്നു പറയുകയാണ്. പ്രകാശിക്കുക തന്നെ ചെയ്യും. കെമിസ്ട്രി പഠിക്കുമ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞ ഇലക്ട്രോണ് ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയാണ്. അപ്പോൾ പല പ്രശ്നങ്ങൾ അങ്ങനെയാകുമ്പോൾ വീണ് പോകും, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് പിന്നെ അവസാനമാണ് അവർ ഡീപ്പായിട്ട് പോയപ്പോഴാണ് ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്, എലിപ്റ്റിക്കലിൽ തന്നെ പലതരം ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ഫോമിലേക്ക് ശാസ്ത്രലോകം എത്തി. അപ്പം അവരെല്ലാം മഹാന്മാരാണ്. അവരെയാണ് നമ്മളിന്ന്, അവർ നൽകിയ പ്രകാശമാണ് നമ്മളിന്ന് കെമിസ്ട്രി ക്ലാസ്സിലെല്ലാം പഠിക്കുന്നത്.